കേട്ടോ. എവിടെ നോക്കിയാലും ഫസാദുകളില്ലാതെ ഇല്ല. ഞങ്ങളുടെ പുത്തനത്താണിയിൽ ഞാനിപ്പോ കുത്തുപടത്തുന്ന ഒരു പള്ളിയുണ്ട്. 6 മാസം മടവൂർ വിഭാഗം 6 മാസം. ഞാൻ ആ ചുമരിലേക്ക് നോക്കാറ് തന്നെയല്ല. കാരണം ഫസാദ് മാത്രമാണ് മടവൂരികൾ ഒട്ടിക്കുക. ഫസാദ് മാത്രം, ഫിത്തന, മനുഷ്യ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന സ്വകാര്യങ്ങൾ. ഞാൻ എന്നോട് പലരും ചോദിക്കും വായിച്ചോ, ഞാൻ അവനെ നോക്കലെന്നല്ല. കാരണം എനിക്ക് അതിന് നേരല്ല. അല്ല എനിക്ക് വായുമുള്ളൊന്നും ഈ ജാതി തോന്നിയാസനല്ല ഞാൻ എല്ലാവരോടും പറയും. പിന്നെ എന്തിനാ കുറച്ച് കർമ്മങ്ങൾ ചെയ്യണ്ട, ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാകണമുണ്ട്, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട്. അള്ളാഹു നൽകി ഈ എനർജി, ഈ ആരോഗ്യം, വലിസാനം വശഫതൈൻ, 2 ചുണ്ടുകൾക്കിടയിലുള്ള ഈ നാവ്, ഈ നെഞ്ചകം, ഇതെല്ലാം പടച്ചതമ്പുരാൻ തന്നതാ. ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. അതെ, അത് മനുഷ്യരോട് ചോദിക്കുന്ന നബിയെ. 67-ാം അധ്യായം 23-ാമത്തെ വചനം. അവർക്ക് കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും നൽകിയില്ലേ? അവരെന്താ ആലോചിക്കാത്തത്? അവരെന്താ ചിന്തിക്കാത്തത്? അല്ലേ? അള്ളാഹു നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തേ. അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം അവതരിപ്പിച്ച വഴി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ പിഴക്കൂല. ഞാൻ ഉദാഹരണം പറയാം, ഓരോ പോയിന്റുകൾ പറഞ്ഞു പോകാം. വഴിതെറ്റൽ എവിടെയാണ്? ഇസ്ലാം എങ്ങനെ വഴി കാണിക്കുന്നു? ഏതൊക്കെ വിഷയത്തിൽ നിന്ന് വഴിതെറ്റുന്നുണ്ട്? എല്ലാവർക്കും അറിയാം. മക്കൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ട്, റാഗിങ് ചെയ്ത് കൊന്നില്ലേ? അല്ലേ? ബാത്റൂമിൽ കയറിയിട്ട് ശരീരം കത്തി മരിക്കുക എന്ന് പറഞ്ഞാൽ റാഗിങ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ വ്യാപകമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് ഏറ്റവും ക്രൂരമായി റാഗിങ് ചെയ്യുന്നത് എന്നതാണ് കോടതിയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും വിലയിരുത്തൽ. കാരണം എന്താ? പാവപ്പെട്ട കപ്പ തിന്ന് മത്തി തിന്ന് ദരിദ്രനായി ജീവിക്കുന്ന ഒരാളുടെ കുട്ടി അവന് സ്നേഹമുള്ളവനായിരിക്കും. അതെ, അവന് ക്രൂരത ഉണ്ടാവൂല, അവൻ തോന്നിയാസം കണ്ടിട്ടില്ല, ഫ്ലാറ്റ് TV ഉണ്ടാകാൻ അവന്റെ അച്ഛൻ അവസരം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ചതൊക്കെ അമ്പര ചുംബികളായ ഭവനങ്ങളിൽ നിന്ന് അടിച്ചു പൊളിച്ച് ജീവിതത്തെ നോക്കിക്കാണുന്ന യുവസമൂഹം. നേരെ മറിച്ച് ഒരു ജൂനിയർ വിദ്യാർത്ഥി SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് തന്റെ കോളേജിലേക്ക് കയറി വരുമ്പോ വരാന്തയിൽ നിൽക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ എന്താ ചിന്തിക്കേണ്ടത്? ഈ വരുന്നത് എന്റെ അനുജനാണ്, ഏതോ കഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് പഠിച്ചധ്വാനിച്ച് എങ്ങനെയൊക്കെയോ പെർമിഷൻ കിട്ടി ഈ കോളേജിലേക്ക് വരുന്ന എന്റെ അനുജൻ. അവൻ പഠിച്ചു വലുതായി കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും സേവിക്കേണ്ട പൗരനാകണം, അതിന് ഞാൻ അവനെ സഹായിക്കണം എന്ന ചിന്ത മനുഷ്യനെ മതം പഠിപ്പിച്ചു. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒരുതരം ഹരമായി ഈ വിഷയങ്ങൾ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മക്കൾ പഠിച്ചിട്ട് കാര്യമല്ല. അവർ തെമ്മാടികളാകുന്നു, അവർ പുകവലിക്കുന്നു, അവർ മയക്കുമരുന്നിന് വിധേയരാകുന്നു, പല തോന്നിയാസങ്ങളിലും അവർ പെട്ടുപോകുന്നു. അവരെ രക്ഷപ്പെടുത്താൻ എന്താ വഴി? ഇത് വഴിതെറ്റ്. എല്ലാവരും ഇപ്പൊ പറയുന്നത് അറിയോ? ഏത് കോളേജ് സ്കൂളും ഒക്കെ ചർച്ച ചെയ്യാ, ഈ കുട്ടികളെ നന്നാക്കാൻ എന്താ വഴി? ഈ യുവത്തെങ്ങനെ നന്നാകും? ഈ സമൂഹം എങ്ങനെ നന്നാവും? കേരളത്തിലെ ഏറ്റവും വലിയ ക്യൂ എവിടെയാ സുഹൃത്തുക്കളെ? മദ്യഷാപ്പിന്റെ മുമ്പിലാ. സാംസ്കാരിക കേരള അല്ലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ ഗാന്ധി പാർക്കിൽ നോക്കൂ, ഒരു വിഷയം അവതരിപ്പിക്കപ്പെടുന്നു. ആ വിഷയം ഇതാണ്: കേരളം ദൈവത്തിന്റെ സ്വന്തം നാടോ സാത്താന്റെ വിളനിലമോ? കേരളം ദൈവത്തിന്റെ സ്വന്തം നാടോ സാത്താന്റെ വിളനിലമോ? നോക്കൂ, കേരളം ഇന്ന് എവിടെ എത്തി? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കപ്പെട്ട കേരളമാണ് ആത്മഹത്യയിൽ ഏറ്റവും മുന്നിൽ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കപ്പെട്ട കേരളമാണ് പിഞ്ചു പൈതങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതിൽ മുന്നിൽ. കേരളത്തിന്റെ പൈതൃകം അറിയാവുന്നവർക്കറിയാം, മദ്യപാനികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരള മണ്ണിലാണ്. അതെ, ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 688 ആക്സിഡന്റുകൾ സിനിമാ നടൻ ജഗദീശനടക്കമുള്ള ഇന്ന് രോഗം സീരിയസ് ആയി കിടക്കുന്നു. ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നു. മദ്യപിച്ചും അതുപോലെ പല നിലക്കുമുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും ബോധമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്നു. അൽ അജലത്തു മിനശ് ശൈത്താൻ, ധൃതി പൈശാചികതയാണ്, വേഗത പൈശാചികതയിൽപ്പെട്ടതാണ് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് അതെല്ലാം മറന്ന് മനുഷ്യരിവിടെ അരാജകത്വങ്ങൾ കരങ്ങു തകർക്കുമ്പോൾ കേരളത്തെ നന്നാക്കാൻ ആരുണ്ട്? കേരളത്തെ വഴി കാണിക്കാൻ ആരുണ്ട്? കേരളത്തിലെ അമ്മമാർക്ക് വഴി കാണിക്കാൻ ആരുണ്ട്? കേരളത്തിലെ മക്കൾക്ക് വഴി കാണിക്കാൻ ആരുണ്ട്? എന്റെ മോൻ മദ്യപിച്ചിട്ടേ വരൂ, എന്റെ ഭർത്താവ് മദ്യപിച്ചിട്ടേ വരൂ, എന്റെ കുഞ്ഞ് മദ്യപിച്ചിട്ടേ വരൂ, എന്റെ പിതാവ് മദ്യപിച്ചിട്ടേ വരൂ, എന്റെ അനുജൻ മദ്യപിച്ചിട്ടേ വരൂ, അവനോട് എനിക്കൊരു രക്ഷയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചത് ആര്? ഇവരെ ആർക്ക് വീണ്ടെടുക്കാൻ കഴിയും?
ഏത് മതം വേണ്ടെന്ന് പറയുന്നവരോട് നിങ്ങളുടെ കയ്യിൽ എന്ത് ആയുധമുണ്ട്? ഈ വഴിതെറ്റുന്ന ജനതയെ നന്നാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഏത് വേദഗ്രന്ഥമുണ്ട്? പരിശോധിക്ക്. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ കാണിച്ച വഴികളെ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഒടുവിലത്തെ ഗ്രന്ഥമായ ദൈവിക ഗ്രന്ഥം ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ വഴിവെക്കുന്നുണ്ട്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. യുവർ ചോയ്സ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് നിഷേധിക്കാം. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് മനുഷ്യർക്ക് കൃത്യമായ ഒരു വഴി കാണിക്കൽ, ഇതാണ് ഇനി ഞാൻ ചുരുക്കി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇനി ഞാൻ ചുരുക്കിയിട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളാണ്. അതിലേറ്റവും പ്രധാനമാണ് ആരാണ് ദൈവം എന്ന ചർച്ച. വേദഗ്രന്ഥങ്ങളെ ഏറ്റവും കൂടുതൽ വഴി കാണിച്ച ഒരു വിഷയം ദൈവത്തിലേക്കുള്ളത്. ആരെയാണ് ആരാധിക്കേണ്ടത്? കല്ലിനെ ആരാധിക്കാമല്ലോ, ഇവിടെ അങ്ങനെ ആളുകളുണ്ടല്ലോ. മുള്ളിനെ ആരാധിക്കുന്നവരുണ്ടല്ലോ. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളും പശുവും എല്ലാം ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ആരാധിക്കാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. പക്ഷെ അതാണോ ശരി? അതാണോ യാഥാർത്ഥ്യം? അതാണോ വിജയത്തിന്റെ വഴി? ആണോ? ആരാ പശുവിനെ തന്നത്? ആരാ പശുവിനെ തന്നത്? ആരാ ആനയെ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിച്ചവനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം? എന്താ അവിടെ പ്രശ്നം? ഒരു പശുവിന്റെ കഴുത്തറക്കപ്പെട്ടത് വൈകാരികമായി അവതരിപ്പിക്കുന്ന അനവധി ആളുകളുണ്ടല്ലോ. ശശികല ടീച്ചറെ പോലെ മനുഷ്യന്റെ കഴുത്ത് അനവധി അരിഞ്ഞ് സബർമതി രക്തപങ്കിലമാക്കിയത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നരേന്ദ്രമോദി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ ഗർഭപാത്രം പിളർന്ന് പിഞ്ചു പൈതലിനെ കശാപ്പ് ചെയ്ത ചരിത്രങ്ങൾ ഉറങ്ങുന്ന സബർമതിയുടെ മണ്ണോർത്ത് ദുഃഖിച്ചിട്ടുണ്ടോ? ഒരു പശു ചത്തതോർത്ത് ദുഃഖിച്ചുല്ലേ? അല്ലേ? ഹരിയാനയിലെ 5 ദലിതരെ ചുട്ടു കൊല്ലുക ചെയ്ത്. എന്തിനെന്നറിയോ? ഒരു ചത്ത പശുവിന്റെ തൊലിയുരിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്ത് ഭ്രാന്താത്? ഇതെന്ത് ഭ്രാന്തായി ഇത്? ഒരു പശു ചത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ നടന്നതാണ്. ഇപ്പൊ നടക്കണോ ഇതിന്റെ കേസ്? ഞാൻ വെറുതെ പറയല്ല. ചത്ത പശു അതിനെ കൊണ്ടുപോയിട്ട് മണ്ണിട്ടി കുഴിച്ചിടും, ഒരു ഉപകാരവും ഇല്ലാതെ. അപ്പൊ ദലിതര് പട്ടിണി കിടക്കുക. അവരെന്ത് വിചാരിച്ചു? ഈ പശുവിന്റെ തൊലി ഉരിഞ്ഞ് അത് കൊണ്ടുപോയി മാർക്കറ്റ് കൊടുത്താൽ 10,700 അല്ലെങ്കിൽ 1000 രൂപ കിട്ടും. അതുകൊണ്ട് ഒരുപാട് ദിവസം ഞങ്ങൾക്ക് പട്ടിണി മാറ്റാം. നോക്കണേ, മനുഷ്യന്റെ പട്ടിണി ഒരു പ്രശ്നമല്ല. എന്നിട്ട് എന്തുണ്ടായി? അവരെ പശുവിന്റെ തൊലി ഉരിഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള ഭാഗം മണ്ണ് കുഴിച്ചു. അത് പറഞ്ഞിട്ട് ആ 5 ദലിതരെ ചുട്ടുകൊന്നു സംഘ് പരിവാരങ്ങൾ. ആലോചിക്കണം, സബർണർ. ആലോചിക്കണം. അതിനെപ്പറ്റി പ്രവീൺ ഭായ് തൊഗാഡിയുടെ പരാമർശം കൂടിയായപ്പോ എനിക്ക് ആ വിഷയം വല്ലാതെ കൊണ്ടു. അതെന്താ? ഹിന്ദു മതപ്രകാരം പശുവിനാണ് പ്രധാനം, മനുഷ്യനല്ല. അത് അയാളെ വാക്കാട്ടോ. ഹിന്ദുമതം അങ്ങനല്ല. ഹിന്ദുമതം മനുഷ്യന് മഹാസ്ഥാനം കൊടുത്ത മതം. അയാളുടെ സംഘപരിവാരത്തിന്റെ മതം. അത് മതല്ല, അത് മതാന്തതയാണ്, മതമാണ്. ആനക്ക് മതളുക അറിയില്ലേ? നെയ്തുന്നേ മതമല്ല, മതം. കേട്ടോ? മൈദയുടെ മതമളകുക, അല്ലാതെ മതമല്ല. അത് അല്ല. നിങ്ങൾ ആലോചിക്കണം. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയും. മനുഷ്യർക്കൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് സർവേ സ്വദേശ ഭുവനത്രയും. ഈ ലോകമാണ് അവരുടെ തറവാടെന്ന്. മനുഷ്യനാ ഹിന്ദു മതത്തിന് പ്രാധാന്യം, സംഘപരിവാരത്തിന് അല്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിന് മനുഷ്യനാണ് ഏറ്റവും പ്രധാനം. മനുഷ്യനെ കൊല്ലുന്നതും പശുവിനെ കൊല്ലുന്നതും, പശുവിനെ കൊല്ലാൻ അള്ളാഹ് അനുവദിച്ചു. അള്ളാഹ് അനുവദിച്ചിട്ട് നമ്മൾ ചെയ്യണം. അള്ളാഹുവിന്റെ സൃഷ്ടി, അവന്റെ അനുവാദത്തോടെ അതെടുക്കാം ആണ് മനുഷ്യന് വേണ്ടി. അതാ ഇസ്ലാമിന്റെ വിശ്വാസം. ഇസ്ലാം ഒന്നിനെയും, ഒട്ടകം മുഹമ്മദ് നബി സഞ്ചരിച്ച ഒരു ജീവിയാ, സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ ജീവിയാ. പക്ഷെ ഒട്ടകം ഒരു ആരാധ്യ വസ്തുവാണോ? മരുഭൂമിയിൽ അതിനോട് ഉപകരിക്കുന്ന വേറൊരു ജീവിയില്ല, വേറൊരു ജീവിയില്ല. പക്ഷെ ഒട്ടകത്തെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒട്ടകത്തെ വേറെ ആരെങ്കിലും അർത്ഥ മുസ്ലിങ്ങളുടെ പേരിൽ കോപിക്കുന്നുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്തേ കാരണം? അവരെ വിശ്വാസം ഖുർആൻ അനുസരിച്ചുള്ള, ദൈവത്തിന്റെ മതം അനുസരിച്ചുള്ളതാണ്. ഇത് ഞാൻ ഈ നാട്ടിലെ ആളുകളോട് പറയുന്നത്, നമ്മൾ മതത്തെ കുറിച്ചൊന്ന് പഠിക്കണം, ദൈവത്തെ കുറിച്ചൊന്ന് പഠിക്കണം. ദൈവവിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഇതെല്ലാം. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്.
ഒന്നാമത്തെ പോയിന്റ് അത് ദൈവത്തിന്റെ സൃഷ്ടികളെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടുത്തെ വിഷയം എന്താ സംഭവിക്കുന്ന അറിയോ? പശുവിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യർക്ക് വേണ്ടി പശുവിനെ സൃഷ്ടിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. നേരെ മറിച്ച് ചില കൺസെപ്റ്റ് എന്താ, പശുവിന് വളരെ പ്രാധാന്യം, അതിനേക്കാൾ വളരെ നിന്ദ്യമാണ് മനുഷ്യന്റെ സ്ഥാനം. ഇത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയണം, ഇത് സ്വീകരിക്കാൻ തള്ളിക്കളയാം, ആരുടെയും നേരെയല്ല. മറിച്ച് നിങ്ങൾ ആ വസ്തുത മനസ്സിലാക്കണം. എലി എത്ര ദുർബലനായ ഒരു ജീവിയാണ്, അതിനെ ആരാധിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, അതായത് അവകാശമാണ്. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എലിയേക്കാൾ പരമപരിശുദ്ധനും ഉന്നതനുമായ മനുഷ്യൻ എലിയെ ആരാധിക്കുന്നു. എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു എലി മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു പശു മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ജീവവർഗം മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എന്താ അറിയോ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അവർ കാണുന്നില്ലേ ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാം അല്ലാഹുവിന് പ്രണാമം അർപ്പിക്കുന്നത് അവർ കാണുന്നില്ലേ? സൂര്യൻ ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യുന്നു, ചന്ദ്രൻ ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യുന്നു, നക്ഷത്രങ്ങൾ ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യുന്നു, ജന്തുക്കളും നാൽക്കാലികളും, അതോടൊപ്പം വസ്സജറു മരങ്ങൾ, എല്ലാ ചെടികളും മരങ്ങളും പുഷ്പങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. ഒരു തുളസിച്ചെടിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരാൽമരവും മനുഷ്യനെ ആരാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യർ ഇതൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കേണ്ടത് സൃഷ്ടികളെയല്ല സൃഷ്ടാവിനെയാണ്, സൃഷ്ടികളെയല്ല സൃഷ്ടാവിനെയാണ്. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം, അതിന്റെ 21-ാമത്തെ ചാപ്റ്റർ 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരികൾ, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, അതിന്റെ അഡ്രസ് തൃശൂർ. ഈ പുസ്തകത്തിൽ കെ പരമേശ്വരൻ പിള്ള എന്ന ഹൈന്ദവ ദാർശനികൻ അതിന്റെ 21-ാമത്തെ അധ്യായം ഒന്നോ പലതോ എന്നാണ് ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ, ഒന്നോ പലതോ. എന്നിട്ട് ആ ലേഖനത്തിൽ പറയാൻ, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ പരമേശ്വരനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് കഴിവ് കിട്ടിയാലല്ലാതെ ഇതിനൊരു പുൽക്കൊടി നീക്കാൻ പോലും സാധ്യമല്ല. മനസ്സിലായോ? ഒരു പുല്ല് നീക്കാൻ പോലും ഈ ദേവിക്കും ദേവനും സാധ്യമല്ല. അവിടെ ഒറിജിനൽ ദൈവിക മതം അറിയണമെന്നറിയോ? അതെ എങ്കിൽ ഒരു പുൽക്കൊടി നീക്കാൻ പോലും ഒരു ദേവിക്ക് കഴിവ് ദൈവം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ആ ദൈവത്തോട് ചോദിച്ചാൽ? ആ ദൈവം പറഞ്ഞോ, നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, ഞാൻ കുറച്ച് ആളുകൾക്ക് എന്റെ കഴിവുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. ഒരു വേദത്തിലുമില്ല. ഞാൻ പറയുന്നു, ഒരു വേദത്തിലും ആധികാരികമായി പറയുന്നു, വളരെ ധൈര്യത്തോടെ പറയുന്നു. മനുഷ്യരുടെ കൈകടത്തലുകളല്ലാതെ ഒരു വേദഗ്രന്ഥത്തിലും, ഉദാഹരണം നിങ്ങൾ പരിശോധിച്ച മഹാനിർവഹണ സ്തോത്രത്തിൽ, മഹാനിർവഹണ സ്തോത്രത്തിൽ നാം വായിക്കാൻ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർതൃപാതൃപ്രകർതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. മഹാനിർവഹണ സ്തോത്രത്തിൽ പറയണത്, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. എന്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ്. കണ്ടോ? എന്റെ വഴിപാടുകൾ, എന്റെ നേർച്ചകൾ, എന്റെ കാണിക്കകൾ, എന്റെ ബലിദാനങ്ങൾ എല്ലാം നിന്നോട് മാത്രമാണ്. നീ ആരാണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ ആകാശഭൂമികളെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ നീയാണ്. കണ്ടോ? ആലോചിച്ചേ. ഹിന്ദുമതം വിഗ്രഹാരാധന പഠിപ്പിച്ചോ? വേദം പഠിപ്പിച്ചോ? പുരോഹിതന്മാർ പഠിപ്പിച്ചു, മുനിമാര് പഠിപ്പിച്ചു. മതത്തിൽ പുരോഹിതന്മാർ, അത് ഇസ്ലാമിക സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ക്രിസ്തീയ സമൂഹത്തിലും പുരോഹിതന്മാർ പഠിപ്പിച്ചു. കാരണം അതുകൊണ്ട് വരുമാനമുണ്ട്. ആ വരുമാനത്തിന് വേണ്ടി മനുഷ്യരെ ഇത് മനസ്സിലാക്കണം. ഇത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുകയാണ്. ഈ രൂപത്തിലൊരു പ്രസംഗം ഒരുപക്ഷെ
മുസ്ലിങ്ങളിൽ നിന്ന് കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾക്കിതൊരു അധികപ്പറ്റായി തോന്നാം. ഇങ്ങനെയാണ് വിഷയം പറയേണ്ടത് എന്ന് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചു. അത് മൂടിവെച്ചവർ, അത് മറച്ചു വെച്ചവർ, ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ, അല്ലാഹുവിന്റെ ശാപം, അവന്റെ മലക്കുകളുടെ ശാപം, കോടാനുകോടി ആളുകളുടെ ശാപം ഏറ്റുവാങ്ങിയവരാണവർ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഏകനായ ദൈവത്തെ, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, അതാണ് ആ ദൈവത്തെ ആരാധിക്കാൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ. നിങ്ങൾക്കറിയാലോ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നത് ഹൈന്ദവർ നിഷേധിക്കില്ല. എങ്കിൽ എന്റെ ചോദ്യം, ദേവകിയുടെ 8ാമത്തെ പുത്രനാകുന്നതിന് മുമ്പ് 7 മക്കൾ ദേവകിക്കുണ്ടായി. അപ്പൊ ദേവകിയുണ്ട്, ഗർഭപാത്രമുണ്ട്, മക്കളുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സർവചരാചരങ്ങളുണ്ട്. എങ്കിൽ ഭാസ്കര, ആരാണ് ഇവരെയൊക്കെ സംവിധാനിച്ചത്? ശ്രീകൃഷ്ണനല്ല, ശ്രീരാമൻ പുത്രകാമേട്ടി യാഗം നടത്തി. ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ പായസാന്നം ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. അപ്പോ ശ്രീരാമൻ ഈ ഭൂമുഖത്ത് വരുമ്പോ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സർവചരാചരങ്ങളുണ്ട്, വെള്ളമുണ്ട്, കാട്ടാറുകളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, മുനിമാരുണ്ട്, ആരാധനകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ദൈവവിശ്വാസമുണ്ട്. എങ്കിൽ ശ്രീരാമൻ എങ്ങനെ ലോകത്തിന്റെ സിട്ടാവാകും, ലോകത്തിന്റെ ദൈവമാകും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെയും അതുപോലെ അബ്ദുള്ളയുടെയും മകനായിട്ട് ജനിക്കുമ്പോൾ അതിനു മുമ്പ് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി എങ്ങനെ ലോകത്തിന്റെ സിട്ടാവാകും? ഈ പോയിന്റ്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ ആരെ ആരാധിക്കേണ്ടത്? ഇതാ വളരെ ചുരുക്കി ഒറ്റ വാക്കിൽ ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ച സംവിധായകനെ മനസ്സിലായോ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയൂം ദ്യാമു ദേവായ കശ്മൈ ദേവായ അഭിശാവിദേമാം. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്ക് എന്താ പറയണേ? ഈ ആകാശം എങ്ങനെ, അതായത് മനുഷ്യരുടെ ഈ ഭൂമി ഉണ്ടല്ലോ, അതിന്റെ 13.5 ലക്ഷം ഇരട്ടി ഭൂമി സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം. മനസ്സിലായോ? സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം 13.5 ലക്ഷം ഭൂമി. ആലോചിച്ചേ, ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രം, 10,000 കോടി നക്ഷത്ര കുടുംബമുള്ള 10,000 നക്ഷത്ര കോടി കുടുംബം, അത്ര വിശാലമായ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ ആരാധിക്കാൻ ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലത്തിലെ 121ാമത്തെ സൂക്തത്തിൽ 1ാമത്തെ ഋക്കിൽ പറയും. ഇനി പറ, ഇസ്ലാം അതേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇസ്ലാം ആവശ്യപ്പെട്ടത് ഗുരുവായൂരപ്പനെയോ പിശാരിക്കാവിലമ്മയോ വേളാങ്കണ്ണി മാതാവിനെയോ അല്ലെങ്കിൽ ഓച്ചിറപ്പാപ്പനെയോ അല്ലെങ്കിൽ ഉള്ളാളന്തങ്ങളെയോ മനബച്ച് ബീവിനെയോ ഒന്നും വിളിക്കരുത്. മുഹമ്മദ് നബിയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ, അതാണല്ലോ നന്ദി. അവനാണ് വായു നൽകിയത്, അവനാണ് വെള്ളം നൽകിയത്, അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് സംവിധാനിച്ചത്, അവനെയാണ് ആരാധിക്കേണ്ടത്. മാർക്കോസിന്റെ 12ാം അധ്യായത്തിൽ 29ാമത്തെ വാചകം എന്താ? ഇസ്രായേലേ, കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കാനാ പറയുന്നത്. അല്ലാതെ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് ബൈബിളിൽ ഒറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. 81 സ്ഥലത്ത് മനുഷ്യപുത്രൻ എന്നാ പറഞ്ഞത്. മനുഷ്യപുത്രൻ 81 സ്ഥലത്ത്. ജൂതനായ സാവൂളിന്റെ മത ക്രിസ്ത്യാനിറ്റി. യേശുവിനോട് ദേഷ്യമുള്ള, വിരോധമുള്ള, യേശുവിന്റെ ശിഷ്യന്മാരെ ഉപദ്രവിച്ച സാവൂൾ, സെന്റ് പോൾ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ കൗൺസിൽ വെച്ച് സൂര്യദേവനെ ആരാധിച്ച, യഥാർത്ഥത്തിൽ അത്ര സൂര്യാരാധകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമതം രൂപീകരിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു പഠിപ്പിച്ച മതമല്ല. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ നിങ്ങൾ കാണുന്നത് വിഗ്രഹാരാധന പാടില്ല. ക്രിസ്ത്യാനിക്ക് വിഗ്രഹാരാധന അല്ലേ? ബൈബിളിലെ എത്ര സ്ഥലം? ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഒരച്ഛനായിട്ട് എപ്പോഴും സംസാരിക്കായിരുന്നു. അപ്പൊ അച്ഛൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ, ചർച്ചില് ബൈബിള് വെക്ക വിഗ്രഹത്തിന്റെ ചോട്ടില്ല. ഞാൻ പറഞ്ഞ, അച്ചോ, ഈ ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ഈ വായിക്കണ ബൈബിൾ, ആ ബൈബിള് കരയുന്നുണ്ടാവും. അപ്പൊ അയാൾ ചോദിച്ചേ, ഇതിന് കരയാൻ? ആ ബൈബിള് പറയുന്നത് ഈ വിഗ്രഹം പാടില്ല. എന്നിട്ട് ആ വിഗ്രഹത്തിന്റെ ചോട്ടിൽ ആ പുസ്തകം വെച്ചിരിക്കും.
അച്ഛൻ ചോദിച്ചു അങ്ങനെ ഉണ്ടോ? ആ അങ്ങനെ ഉണ്ട് അച്ചോ. നിങ്ങൾ അച്ഛനല്ല അച്ചോ? അച്ചോ. പക്ഷെ അച്ചോ ബൈബിൾ ഒന്ന് വായിക്കണം. ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. എവിടെ വായിക്കണം? ഞാൻ പറഞ്ഞു എടുത്തോളൂ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം എടുത്തോളൂ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം എടുക്കച്ചോ. 15, 16, 17 വായിക്കച്ചോ എന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ മെല്ലൊന്ന് നോക്കി, അച്ഛൻ വായിക്കണില്ല. ഞാൻ വായിച്ചു കൊടുത്തു. അച്ചോ, ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന്, എങ്ങനെ ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടോ? ഇല്ല. എന്റെ ശബ്ദം കേട്ടൂല്ലേ എന്ന് പടച്ചോൻ ചോദിക്കാൻ. എന്നിട്ട് പറയാണ് ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. മനുഷ്യന്റെ രൂപമോ ആണാവട്ടെ പെണ്ണാവട്ടെ ഒന്നിന്റെയും രൂപമോ ചിത്രമോ ഉണ്ടാക്കി ദൂഷിതനാകരുത്. അച്ഛന്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് വന്ന് എന്നിട്ട് പറഞ്ഞു ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. വെള്ളത്തിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. എന്നിട്ട് അതിന്റെ തൊട്ടതായ സബഡിങ് വിഗ്രഹാരാധകർക്കുള്ള ശിക്ഷ ഞാനത് വായിച്ചു കൊടുത്തു അച്ഛനെ. മനസ്സിലായോ? അതിന്റെ തൊട്ടപ്പുറത്ത് സൃഷ്ടികളെ വണങ്ങരുത്. എന്നിട്ട് പറയാട്ടോ, സൂര്യനും ചന്ദ്രനും അല്ല തന്ന സൃഷ്ടികളാ. ആ സൃഷ്ടികൾ മനുഷ്യർക്ക് വേണ്ടിയാ. അതുകൊണ്ട് സൂര്യചന്ദ്രന്മാരെ ആരാധിക്കരുത്. വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം 37 പറയാൻ ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. രാവും പകലും അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാ. രാവും പകലും സൂര്യനും ചന്ദ്രനും. അതുകൊണ്ട് ലാ തസ്ജുദു, നിങ്ങൾ സാഷ്ടാംഗം ചെയ്യരുത് സൂര്യന്റെ മുമ്പിൽ. നിങ്ങൾ സാഷ്ടാംഗം ചെയ്യരുത് ചന്ദ്രന്റെ മുമ്പിൽ. നിങ്ങൾ സൃഷ്ടിച്ച സിട്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. എത്ര പ്രോജ്വലമായ ഒരാദർശമാണിത്! എത്ര ഉത്കൃഷ്ടമായ ഒരു ആദർശമാണിത്! തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ. എന്താ പറഞ്ഞേ? നീ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്ന വിഗ്രഹല്ലേ, നീ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹം, അതൊന്നും ദൈവമല്ലട്ടോ. അതല്ല ദൈവം. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയവനാ സാക്ഷാൽ ദൈവം. ലാ തുദ്രികുൽ അബ്സാറ വഹുവ യുദ്രികുൽ അബ്സാർ. ദൈവത്തെ കാണാൻ കഴിയില്ല, ആ ദൈവം നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച നൽകി. അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളവൻ. കേനോപനിഷത്ത് 6-7 സൂക്തങ്ങളാ. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തമാണ്. ദൈവത്തിന് പ്രതിമയേ ഇല്ല. അതുകൊണ്ട് പ്രതിമയുടെ മുമ്പിലുള്ള സാഷ്ടാംഗം പാപമാണ്. വേദം പഠിപ്പിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, സകല വേദങ്ങളും പഠിപ്പിച്ചതാണ്. പക്ഷേ നമ്മൾ ഇന്ന് വിഗ്രഹാരാധനയിലാണ്. മുസ്ലിങ്ങളെ നോക്ക്, ഖബറാരാധനക്കെതിരെ ജീവിതം ഒഴിഞ്ഞു വെച്ച പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ? ലാ തുത്റൂനി കമാ അത്റത്തുൻ നസാറാ ഈസാ ഇബ്നു മറിയം. ഈസാ നബിയുടെ, മറിയം ബീവിയുടെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ ആദരിച്ചാരാധിച്ച പോലെ നിങ്ങൾ എന്നെ ആദരിച്ചാരാധിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക ചക്രവർത്തി. ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചു ജൂത ക്രിസ്ത്യാനികളെ. അവരവരുടെ അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തി. മുസ്ലിങ്ങളെ ഓർക്കണം, ഖബർ കെട്ടി ഉയർത്തൽ ശപിക്കപ്പെടാൻ കാരണമാകും. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടർ ഖബർ കെട്ടി ഉയർത്തുന്നവരാണ്. ഖബർ കെട്ടി ഉയർത്തുന്നവരാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടർ. അപ്പൊ എവിടെ ഖബർ കെട്ടി ഉയർത്തിയോ ആ പണി ചെയ്യുന്നവർ നികൃഷ്ടരാകുന്നു, വൃത്തികെട്ടവരാകുന്നു എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുജാഹിദുകൾ അങ്ങനെ വിശ്വസിക്കുന്നു. മുജാഹിദുകൾ അങ്ങനെ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഈ ലോകത്തോട് വിട പറയുമ്പോ പ്രവാചകൻ 2 പ്രാർത്ഥന നടത്തി. അതിലൊന്നെന്താണ്? അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എന്റെ ഖബർ ഈദിന്റെ കേന്ദ്രമാക്കരുത്, എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കരുത്. റസൂലുള്ളാഹി പറയാ, അല്ലാഹ് എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കരുത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിൽ വെച്ചുള്ള ഉറൂസിനെ റസൂൽ വെറുത്തു, പ്രാർത്ഥിച്ചു. അത് ഉണ്ടാവുന്ന റസൂലിനറിയാം. അത് മുമ്പ് ഉണ്ടായി, റസൂൽ അത് കണ്ടു.
അതുകൊണ്ട് ഈ കൗമിനെ അത് പഠിപ്പിച്ചു. ഈ കൗമിനത് മനസ്സിലായില്ല. ഇസ്ലാം അനന്തരമെടുത്ത ഈ മുസ്ലിം ഉമ്മത്തിലെ ഭൂരിപക്ഷത്തിന് അത് മനസ്സിലായില്ല. അവർ ഖബറിലൂടെയുള്ള വരുമാനം കൊണ്ട് ജീവിക്കൽ, അനാഥ മയ്യത്ത് വിട്ട് പണമുണ്ടാക്കി ജീവിക്കൽ, എല്ലും നുരുമ്പിപ്പോയ മനുഷ്യരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ. അമ്പിയാക്കളുടെ ഖബർ വരെ കെട്ടി ഉയർത്തി, അതിനെതിരെ റസൂൽ പറയാ അത് പാടില്ല, എന്നിട്ട് ആ പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിച്ച കുറച്ച് വാചകങ്ങളാണ്. ഖുർആൻ ഈ വിഷയത്തിൽ പഠിപ്പിച്ചത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും നിങ്ങൾ ആരാധിക്കരുത്. അല്ലാഹു മുസ്ലിങ്ങളുടെ പടച്ചോനല്ല, അല്ലാഹു ലോകത്തിന്റെ സിട്ടാവാണ്. സൂര്യനെയും ചന്ദ്രനെയും അവനാണ് അധീനപ്പെടുത്തി തന്നത്. അവനെ ആരാധിക്കുക എന്ന് 4-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. നബിയെ പറയുക, നിങ്ങൾ വരൂ, ജനങ്ങളെ വിളിച്ചു വരുത്തു, എന്നിട്ട് അവരോട് പറ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും സമമായ ഒന്നിലേക്ക്. 6-ാം അധ്യായം 181-ാമത്തെ വചനമാണ്. മക്കയിലുണ്ടായിരുന്ന അറബികളാവട്ടെ, അവർ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവരായിരുന്നു. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. നബിയെ പറയുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നതാര്? ഇസ്ലാം അതാ പറഞ്ഞു. യേശുക്രിസ്തു ആർക്കും ആഹാരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടാക്കി നൽകിയിട്ടില്ല. മുഅ്ജിസത്തായി പലതും നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇവിടെ ആരും തക്കാളിയോ വെണ്ടക്കയോ ഉള്ളിയോ ഒന്നും ആരും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അതെല്ലാം നൽകിയ പടച്ച തമ്പുരാൻ. അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, ആരാണ് നിങ്ങൾക്ക് കേൾവി നൽകിയത്? ആരാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയത്? വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, നിർജീവാവസ്ഥയിൽ ജീവാവസ്ഥയിലേക്കും ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നതാരാ? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ആർക്കാ? അപ്പൊ ആ മക്കയിലെ അബൂജഹൽ, ഖുത്ബത്ത്, ശൈബത്ത്, വലീദ് ഇബ്നു മുഗീറ അന്നാട്ടുകാർ ഉച്ചൈസ്വരം പറഞ്ഞു, ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹയാണ്. ചോദിക്ക് നബിയെ, ഫഖുൽ അഫലാ തത്തഖൂൻ, എന്നിട്ട് എന്താ നിങ്ങൾ സൂക്ഷിക്കാത്തത്? ഖുർആനിലെ 10-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. വലയിൻ സഅൽതും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്, നബിയെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാര് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാ? 39-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. അതുപോലെ തന്നെ യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമർ കുല്ലും യജ്രി ലി അജലിൻ മുസമ്മാ. നബിയെ, ആരാണ് സൂര്യനെ അവർക്ക് നൽകിയത്? ആരാണ് ചന്ദ്രനെ നൽകിയത്? അല്ലാഹു ആണെന്ന് അവർ പറയും. അതുകൊണ്ട് നബി അവരോട് പറ, അല്ലാഹുവിലേക്ക് ഇടയാളന്മാർ ആവശ്യമില്ലെന്ന് പറ. അവരെന്താ പറഞ്ഞിരുന്നത്? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ മാ നഅബ്ദുഹും ഇല്ലാ യുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അതെ, അല്ലാഹുവിനെ മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ അവർ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിലേക്ക് ഈ ഔലിയാക്കൾ ഞങ്ങളെ അടുപ്പിക്കും. മക്കാ മുശ്രിക്കുകളുടെ വാദം എന്താണ്? ഈ അമ്പിയാക്കൾ, ഈ ഔലിയാക്കൾ സ്വയം പര്യാപ്തതയുള്ള ദൈവങ്ങളാണെന്ന് അബൂജഹൽ പറഞ്ഞില്ല, ഖുത്ബത്ത് പറഞ്ഞില്ല, ശൈബത്ത് പറഞ്ഞില്ല, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ല. മറിച്ച് അവർ പറഞ്ഞത് ഇവർ അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുമെന്നാണ്. അതിനെ അല്ലാഹു വിമർശിച്ചു. എന്നിട്ട് പറഞ്ഞു, യഅബ്ദുല്ലാഹ മിൻ ദൂനിഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും ഫയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പറ നബിയെ, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് ഇവരെന്നവർ പറയുകയും ചെയ്തു. وتلك الصفات التي تغيلوها بأسنامهم بأنها تضر وتنفع وتشفع عند الله بغير إذنه എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അമ്പിയാക്കളും ഔലിയാക്കളിലേക്കും ഇവർ ഞങ്ങളെ അടുപ്പിക്കുമെന്ന വിശ്വാസമേ മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നുള്ളൂ. ആ വിശ്വാസം ഇന്നും മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം വെച്ചു പുലർത്തുന്ന ഖേദകരമായ കാഴ്ച തീർന്നില്ല. അറേബ്യയിലെ പ്രവാചകൻ വിവരിച്ച ജനതയുടെ അവസ്ഥ എന്താ? വൈദാറകിബു ഫിൽ ഫുൽഖി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ.
വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം 65-ാമത്തെ വചനമാണ്. ആ ബഹുദൈവ വിശ്വാസികൾ, മക്കാ നിവാസികൾ, അവര് കടലിലൂടെ സഞ്ചരിക്കുമ്പോ കാറ്റും കോളും വന്ന് അവരുടെ കപ്പൽ മറയുന്ന അവസ്ഥയുണ്ടായാൽ നിഷ്കളങ്കരായി അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ടോ അവര് കരയിലെത്തിയാൽ അതാ അവർ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നു, മമ്പറന്തങ്ങളെ വിളിക്കുന്നു, ഉള്ളാളന്തങ്ങളെ വിളിക്കുന്നു. ഈ ആധുനിക മുശ്രിക്കുകളുടെ അവസ്ഥ ഏതാണ്? അക്കാലഘട്ടത്തിലുള്ളവർ ലാത്തയെ, ഉസയെ, മനാത്തയെ, വദ്ദിനെ, സുവാഹിനെ, യഹൂസിനെ, യഹൂക്കിനെ, നസറിനെ, ഖുബലിനെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, മറിയം ബീവിയെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച, ഉസൈർ നബിയെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച ആ ജനതയോട് പറഞ്ഞു ഇത് പാടില്ല എന്ന്. അല്ലാഹു പറയാൻ 31-ാം അധ്യായം 32-ാമത്തെ വചനം, പർവ്വതം പോലെയുള്ള തിരമാലകൾ അവരെ മൂടിക്കളഞ്ഞാൽ കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. കരയിലേക്ക് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാലോ അവരതാ വഞ്ചകന്മാരും നന്ദി കെട്ടവരുമായി ചേരുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അതാണ് വഴിതെറ്റാതിരിക്കാനുള്ള അവസ്ഥ. ശിർക്കാണ് ലോകത്തിലെ മറ്റ് തിന്മകളിലേക്കെല്ലാം മനുഷ്യരെത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അതാണ്. പ്രവാചക തിരുമേനി മക്കയിൽ വന്നു, അല്ലാഹുവിനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി മദ്യപിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ആ ജനത മാറുമായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ 13 കൊല്ലം ആരാണ് അല്ലാഹു, ആ അല്ലാഹുവിനെ പഠിപ്പിച്ചു. എന്റെ റബ്ബെന്നെ കാണുന്നു, എന്റെ റബ്ബെന്നെ അറിയുന്നു, എന്റെ റബ്ബെന്നെ മനസ്സിലാക്കുന്നു, എന്റെ വാക്കുകൾ എഴുതി വെക്കുന്നു, എന്റെ ചിന്തകൾ എഴുതി വെക്കുന്നു എന്ന ബോധമാണ് അറബ് ജനതയ്ക്ക് ആദ്യമായി പകർന്നു കൊടുത്തത്. ആ പകർച്ചയാണ് അറബ് ജനതയുടെ പരിവർത്തനത്തിന് കാരണം. അതുകൊണ്ടാണ് ലോകത്തോട് വിട പറയുമ്പോൾ ഒരൊറ്റ യുവാവും സൗദി അറേബ്യയിൽ മദ്യപിക്കുന്നവരില്ല, ഒരൊറ്റ ചെറുപ്പക്കാരനും മദ്യപിക്കുന്നവരില്ല, ഒരൊറ്റ പെണ്ണിനും മദ്യപിച്ചു വരുന്ന ഭർത്താവിനെ പേടിയില്ല, ഒരൊറ്റ ഉമ്മാക്കും മദ്യപിച്ചു വരുന്ന മകനെ പേടിയില്ല, ഒരൊറ്റ മക്കൾക്കും മദ്യപിച്ചു വരുന്ന ബാപ്പാനെ പേടിയില്ല. ഒരാളും വ്യഭിചരിക്കുമെന്ന ബോധമില്ല, ഒരാളും പലിശ കൊടുക്കുമെന്ന ബോധമില്ല. ഇങ്ങനെ ഒരു ജനതയെ, വഴിതെറ്റിയ ജനതയെ വഴികാട്ടിയ ദൈവീക മതം, ആ മതത്തെയാണ് നിങ്ങളുടെ മുമ്പാകെ ഹ്രസ്വമെങ്കിലും ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. ഏത് നിമിഷവും മരിച്ചു പോകും. ഒരു ആക്സിഡന്റായി, അറ്റാക്കായി, രോഗമായി, മറ്റൊരാളാൽ കൊല്ലപ്പെടലായി, ഇതെല്ലാം വരുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ചു മടങ്ങാൻ മനുഷ്യരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏകദൈവാരാധനയാണ് ഒന്നാമതായി ഇസ്ലാം കാണിക്കുന്ന വഴി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല. ഇസ്ലാം അങ്ങനെയാ പഠിപ്പിച്ചേ. മുഹമ്മദ് നബിയുടെ ഫോട്ടോ പാടില്ല, മുഹമ്മദ് നബിയുടെ പ്രതിമ പാടില്ല, ഫോട്ടോയിലെ അതായത് പിക്ചറുള്ള ഒരു ഡ്രസ്സ് പോലും ഇടാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല. പിന്നല്ലേ കളിപ്പാട്ട് ഉപയോഗിക്കാൻ, മനുഷ്യരൂപമോ ജന്തുക്കളുടെ രൂപമോ ഉള്ള കളിപ്പാട്ടം പോലും ഉപയോഗിക്കാൻ ഇസ്ലാമിൽ അവകാശമില്ല. ആരാധന തെറ്റിപ്പോകാതിരിക്കാൻ അത്ര ശ്രദ്ധിച്ച മത ഇസ്ലാം. അല്ലാതെ അയഞ്ഞ നിലപാടിൽ എന്തു ആവാം, എല്ലാം ദൈവത്തിലേക്കാണ്, അങ്ങനല്ല. എന്തു ആയിക്കൂടാ, ഓൾ ടിക്കറ്റിലെ നമ്പർ അനുസരിച്ച് കൃത്യമായ സബ്ജക്റ്റിൽ ആൻസർ ചെയ്യണം, അപ്പോഴേ ജയിക്കൂ. എന്തു എഴുതിക്കോ, SLC പാസ്സാവുന്ന ആരെങ്കിലും പറയോ? ആരെങ്കിലും പറയോ? ആളുകൾ പറയും മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായി അതി. ആണോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മരുന്ന് ഏതായാലും വേണ്ടിയില്ല, രോഗം മാറിയ അതി ഒന്ന് പറഞ്ഞു നോക്ക്. മരുന്ന് ഏതായാലും വേണ്ടിയില്ല, രോഗം മാറിയ അതി, പൊട്ടപ്പോയതാ അത്. രോഗം എന്താണോ അതിനനുസരിച്ചുള്ള മരുന്ന് കുടിക്കണം, അല്ലേ? മതല്ലെങ്കിലും വേണ്ടിയില്ല, മനുഷ്യൻ നന്നായത് നിറലോ ഒന്നല്ലേ, അല്ലേ? ഞങ്ങൾ പറയുന്നതല്ല, മതാണ് മനുഷ്യനെ നന്നാക്കണ്ട്. അതുകൊണ്ട് മതം നന്നാകണം, വേണ്ടേ? കുടിക്കുന്ന വിഷാണ്, ആള് കാലിയായി പോകും. കുടിക്കുന്ന അരിഷ്ടാണെങ്കിലോ ശരീരം നന്നാവും. അപ്പോ എന്ത് കുടിക്കാന്നല്ല ഇസ്ലാം പറയുന്നതാ, മതം നന്നാകണം. കാരണം ഞാൻ സ്വീകരിക്കുന്ന ആദർശം നന്നായാലേ ഞാൻ നന്നാവൂ. ഞാൻ സ്വീകരിക്കുന്ന ആദർശം പൊട്ടുപോയതാണെങ്കിലോ ഞാൻ നന്നാവൂ. ഉദാഹരണം പറയാ, പാടാർകുളങ്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് സ്വാമിജി പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നോട് ആളുകൾ ചോദിക്കുക, എന്താ കല്യാണം കഴിക്കാത്തത്? എന്നിട്ട് അയാൾ യുക്തി പറയണം, നാളെ ഹർത്താൽ പോലും ഉണ്ടാവുന്നുള്ളത് എനിക്കറിയില്ലല്ലോ,
പിന്നെ എങ്ങനെ എവിടെയും കൊണ്ട് പൊറപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ കെട്ടാഞ്ഞേ. സ്വാമിജി ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ അച്ഛനും അമ്മയും ഇത് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാകുവോ പ്രസംഗിക്കാൻ? അച്ഛൻ സ്വാമിജി ചിരിച്ച് ഒന്നും പറയല്ല. ഏയ്, ലോകത്ത് സ്വാമി വിവേകാനന്ദ പറയാണ്, വിവാഹം കഴിക്കാതിരിക്കലാണ് മോക്ഷത്തിനുള്ള മാർഗം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. വിവാഹം എല്ലാത്തിനും തടസ്സാണ്. അപ്പോ സ്വാമി വിവേകാനന്ദ പറയണെന്ത്? വിവാഹം കഴിക്കാതിരിക്കലാണ് മോക്ഷത്തിന് അല്ലേ? സ്വാമി വിവേകാനന്ദന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് സ്വാമി വിവേകാനന്ദനെ കിട്ടുമോ? ഇന്ത്യയിൽ കിട്ടുമോ? ഇസ്ലാം പറഞ്ഞ എന്താ? കല്യാണം കഴിക്കണം, കഴിക്കൽ ഇബാദത്താണ്, വിവാഹം കഴിക്കൽ ആരാധനയാണ്, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ പോലും ആരാധനയാണ്. മനസ്സിലായോ? ഇസ്ലാമിന്റെ യേശുദാസ് പറയാൻ, ഞാൻ ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പോകുന്നു. വേണ്ടാന്നാ ഇസ്ലാം പറയുന്നു. ഭാര്യനെയും മക്കളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തീർത്ഥാടനം. ഇസ്ലാമിന്റെ പ്രത്യേകത അതാ. ഇസ്ലാമിന് മാത്രമേ അതിന് കഴിഞ്ഞിട്ടുള്ളൂ. ഒരേ സമയത്ത് ആത്മീയവാദിയും അതേ സമയത്ത് ദാമ്പത്യം നയിക്കാൻ. ഇസ്ലാമിൽ ആത്മീയതയുടെ ഭാഗ വിവാഹം, ആത്മീയതയുടെ ഭാഗ കുളി, ആത്മീയതയുടെ ഭാഗ ഡ്രസ്, ആത്മീയയുടെ ഭാഗ മുടിവെട്ടൽ. ഇസ്ലാമിൽ എല്ലാം ആത്മീയതയുടെ ഭാഗം. അല്ലാതെ ആത്മീയത പറഞ്ഞ ചോന തുണിയോ പച്ച തുണിയോ കറുത്ത തുണിയോ വെള്ളക്കുപ്പായോ ഇട്ട് മൂലക്കിരിക്കലല്ല ആത്മീയത. ആത്മീയത മനുഷ്യൻ നന്നാകല. മനുഷ്യൻ നന്നായോ ഒരാളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നല്ല മനുഷ്യനാന്ന് തോന്നി, അയാളാണ് ആത്മീയ ജീവിയിലെ നമ്പർ 1. ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. കല്യാണം കഴിക്കാം, സമ്പത്ത് ഉണ്ടാക്കാൻ, ജോലി ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കി, കേരളത്തില് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടെയുള്ള വിമർശനം നടക്കും. യൂട്യൂബില് എന്നെ എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞ, എനിക്ക് ഈ സാധനം ഒന്നും അറിയില്ല, ഞാനുള്ളത് പറയാലോ. പറയാണ്, ഒരു പിക്ചർ എന്റേതും ഒരു പിക്ചർ സാജിദ് തിരുരങ്ങാടിന്റെ. സാജിദ് തിരുരങ്ങാടിന്റെ ഓനൊരു ചുമട്ടെടുത്ത് ഇങ്ങനെ നിൽക്കണ്. കാരണം ഓൻ പണ്ട് പോർട്ടറായിരുന്നു അത്രേ. ചുമടെടുത്തിരുന്നു എന്ന് കാണിച്ചിട്ട് സുന്നികള് AP സുന്നികൾ ഇടുന്നാണ്. എന്റേതോ ഞാനോ അതുപോലെ ഒരു പാറക്കല്ലെടുത്ത് തലയിൽ വെക്കണ്. ഞാൻ പാറക്കോറി പണിയെടുത്തവനാണ് അത്രേ. മുസ്ലിയാക്കന്മാരെ വിചാരം എന്താ അറിയോ? ആരാന്റെ എച്ചില് തിന്നാലേ നന്നാവും, അധ്വാനിക്കരുത്. സത്യോ? മുസ്ലിയാക്കന്മാരെന്തെങ്കിലും ഈ കർച്ചീഫ് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് താഴെ വീണോ ഉസ്താദ് കുനിയൂല, പരിവാരങ്ങൾ ഓടി. ഉസ്താദ്മാരെ വിചാരം പാറക്കോറി പണിയെടുത്താ മുസ്ലിം ആവൂല. ആര് പറഞ്ഞടോ? ഏത് കിതാബാ പഠിച്ചേ? ആരെ എന്നോട് പറഞ്ഞ്? പാറക്കോറി പണിയെടുത്ത തായമ്പിള്ള കയ്യില്ലേ, പപ്പടം പൊടിഞ്ഞു ഒന്ന് കിട്ടിയാല് ഇത് അധ്വാനിച്ച കയ്യാണ് എന്നർത്ഥം. മനസ്സിലായോ? അധ്വാനിച്ച കയ്യാണ്. ആരാണ്ട് മാത്രം തിന്ന് ജീവിച്ചേ, ജീവിതത്തിൽ ഊര കുനിയാൻ പോലും കഴിയില്ലവന്. ആകെ നിസ്കരിക്കുമ്പോ കുഞ്ഞ പരിചയമുള്ളൂ, അധ്വാനിച്ച് കുഞ്ഞ പരിചയമല്ല. എന്നിട്ട് ഇവര് യൂട്യൂബിൽ വിമർശിക്കുകയാണ്, ഇവര് പാറക്കോടി പണിയെടുത്ത ആളാണ് ബാലുശ്ശേരി. ആണടോ, അധ്വാനിച്ചതാണല്ലോ ഒരുപാട് കൊല്ലം. നിനക്ക് കഴിയില്ല. പാറയിൽ പൊട്ടിക്കും, ചൊച്ചി തന്നോക്ക്, അരിവാളും ചുറ്റുകയും നെല്ലും അരിയും ഒക്കെ ചെയ്യും. അതോടൊപ്പം ഇതിൽ കയറി വിജ്ഞാനവും വിളമ്പും. നമുക്ക് അതിന് പറ്റൂല. ആളെ പറ്റിക്കാനേ പറ്റും. ആളെ പറ്റിച്ച് ചിക്കിളി പിരിവ് എടുത്തിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോയി. ഞാൻ പറയുന്നത് മനുഷ്യരെ, അല്ലാഹുവിന്റെ റസൂല് പറയാൻ, പ്രവാചകന്മാരുടെ അവസ്ഥയെ നബി ആടിനെ മേക്കുക. ഇവരില്ലാഞ്ഞ് നന്നായി. മർക്കസ് സക്കാഫത്ത് സുന്നി അക്കാലത്ത് ഇല്ലാഞ്ഞ് റസൂല് രക്ഷപ്പെട്ടു. കാരണം ആടിനെ സ്വന്തം കൈകൊണ്ട് കറക്കുക, ആടിനെ കഴുകുക, കുളിപ്പിക്കുക. ആടിന് അമ്പിയാക്കളൊക്കെ ആടിനെ മേച്ചവരാണ്. ഇന്നെങ്ങാനും ഏതെങ്കിലും ഒരു മൗലവി ആടിനെ എങ്ങനെ ഇയാൾ ആടിനെ മേച്ച കാക്കയാ, ഇയാൾ വയലെറിയാൻ പറ്റുമോ? കാരണം ഈ പുരോഹിതന്മാരുടെ ധാരണ എന്താ അറിയോ? ഈ പുരോഹിതന്മാരുടെ ധാരണ നെയ്യൊക്കെ കുടിച്ച മയിരി ഇങ്ങനെ ഇരുന്നിട്ട് ആരാൻ തരുന്നത് മാത്രം തിന്ന് ജീവിക്കുക. മനസ്സിലായില്ലേ? മതം എന്ന് പറഞ്ഞാൽ അതല്ല, അധ്വാനിക്കാൻ. ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധോ, നിജ ദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധകവാടം, നിവൃത നിഗൂഢം ഇരുട്ടിലിരുന്ന് നീ ധ്യാനിക്കും ദൈവമതവിടെ നിലകൊള്ളുവീല, നിമീലത ലോചനം ഒന്നു തുറക്കൂ, നന്നായി നോക്കൂ. കരിനില മുഴുകുമ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി ഒരുക്കും പണിയാളരോടും എരിവെയിലത്തും പെരുമഴയത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ നിരു കഴികളിലും കൂടെ ചളിയിൽ ഇറങ്ങൂ, നിനക്കങ്ങത് കിട്ടും സംസ്കൃതിയുടെ സർഗത്തുടലാൽ. ആരവാട്ടാനാ? മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോർ പറയാണ്, വെള്ളക്കുപ്പായിട്ട് പള്ളിയിൽ തസ്ബീമാലയായിട്ട് ഇരുന്നിട്ട് കാര്യമല്ലടോ, ജപമാലയായിട്ട് ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് കാര്യമല്ല. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന, പാറക്കോറി പണിയെടുക്കുന്ന മനുഷ്യന്മാരെ നോക്ക്, ഓരോ കൂടെ ആ പടച്ചോള്. മൊയ്ലിയന്മാർ വിചാരിച്ച ആറാന്റെ എച്ചിൽ തിന്നാലേ പടച്ചോൻ കൂടെ ഉണ്ടാവും. അങ്ങനൊരു പ്രവാചകന്മാർ തന്നെ പറയുന്നത് അറിയോ? ഊദ് നബി പറയുന്ന ഒരു വാക്കുണ്ട്,
എനിക്ക് നിങ്ങളോട് നുണ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ച് തിന്നേണ്ട കാര്യമല്ല. ഹൂദ് നബി പറയാട്ടോ, എനിക്കൊക്കെ മാർഗദർശനം അതാ. എനിക്കൊക്കെ മാർഗദർശനം അതാ. ഹൂദ് നബി പറയാ, എനിക്ക് അള്ളാഹ് ഉപജീവനം എനിക്ക് തന്നെ തന്നിട്ടുണ്ട്, പിന്നെണ്ടോ പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കേണ്ട കാര്യം? വല്ലാത്തൊരു ആയത്താ സൂറത്ത് ഹൂദ്. പരിശോധിക്കേ സൂറത്ത് ഹൂദ്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു അധ്യായം. നിങ്ങൾക്ക് കുത്തുബിയത്തിന്റെ പാള കിതാബ് വായിച്ച പരിചയം ഉണ്ടാവും. അതുകൊണ്ട് ഈ നാട്ടിലെ സമസ്തക്കാരോട് ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് നല്ലതാ, നിങ്ങളെ പരലോകത്തിന് വേണ്ടി. മനസ്സിലായില്ലേ ഞാനിത് പറയുന്നത്? മതം എന്താണെന്ന് പഠിക്ക്. മനുഷ്യർ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം അവന്റെ കൈ കൊണ്ട് അധ്വാനിച്ചു തിന്നുന്ന ഭക്ഷണമാണ് റസൂലുള്ളാഹ്. മനസ്സിലായോ? ജിബാ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. എനിക്ക് അധ്വാനിക്ക്, മണ്ണ് പണിയെടുക്ക്, എന്നിട്ട് പൈസ ഉണ്ടാക്ക്. ആളുകൾ ചോദിക്കുക, എവിടുന്ന പൈസ, എവിടുന്ന വീടുണ്ടാക്കിയത്? അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാ. അധ്വാനിച്ചിട്ട് മണ്ണ് പണിയെടുത്തിട്ട് വേർത്ത് മുങ്ങി കുളിച്ചിട്ട് ഏൽപ്പിച്ചു നോക്ക് ജോലി. എടുത്ത് കാണിച്ചിരുന്നു ഞങ്ങൾ മുജാഹിദുകൾ. എന്നിട്ട് ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഫോട്ടോ എടുക്കുക. എന്താ കുറവ്? വേറെ അധ്വാനിച്ച് തിന്നുന്നേന്ന്. ഏത് മുജാഹിദുകൾ പണ്ഡിതന്മാരുടെ കുറവെന്താണ്? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നേന്ന്. ആദാ കൗമുൻ ജാഹിൽ. നിങ്ങളെ പറ്റി ടി കെ ഹംസ നല്ല ബോധത്തിൽ പറഞ്ഞ. ടി കെ ഹംസനോട് ഇന്റർവ്യൂ നടത്തി ചോദിച്ചു, ഇങ്ങ കെ പി സുന്നിനെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പോ ടി കെ ഹംസ പറഞ്ഞു, എന്ത് പറയാനാ, ലോകാവസാനം വരെ നന്നാത്തൊരു വർഗണ്ടേ അതേ ഉള്ളൂ. ആദാ കൗമുൻ ജാഹിലു എന്ന്. ആ കൗമ് വിവരമില്ലാത്ത കൗമാണ്. കാരണം ഏറ്റവും വിവരമില്ലാത്ത ഒരാളാണ് ഓലെ നയിക്കട്. അതിന്റെ കുഴപ്പം. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്തിനാ അയാളെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു. ഏറ്റവും വിവരമില്ലാതെ ഈ സമൂഹത്തെ നശിപ്പിന്ന് കണ്ട് വേദനിച്ചിട്ട്. അതാണ് ഈ സമൂഹത്തെ മൊത്തത്തെ നരകത്തിലേക്ക് നയിക്കുന്നത് കണ്ടിട്ട്. വേറൊന്നുമില്ല, വേറൊരു ദേശീയ ഒന്നുമില്ല. എന്റെ പെങ്ങളെ അയാളും കെട്ടിയിട്ടില്ല, അയാളെ കുടുംബത്തിൽ ഞാനും കെട്ടിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പിന്നെ ഞങ്ങൾ അയൽവാസികളാ. അങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുനാളിലെ അറിയാന്നുള്ളൊരു പ്രശ്നം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഉസ്താദിന്റെ പേരും പ്രസക്തി മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചതേ അറിയൂ. ഞങ്ങളുടെ നാട്ടില് കൂടെ കിടന്നവന് രാപ്പനി അറിയാന്നൊരു ചൊല്ലില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങളെ അതുകൊണ്ടാ പറയുന്നത്, മനുഷ്യരെ മതം എന്താണെന്നൊന്ന് പഠിക്കണം. ഈ കൗമിനിടയിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ മുസ്ലിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചേ, ഇപ്പൊ പല ടൗണുകളിലും ഞാനിപ്പോ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പിളർന്നു പോയ മടവൂർ വിഭാഗം എന്ന് പറയുന്ന സാധുക്കള്, ഈ സാധുക്കള് കേരളത്തിൽ ഇപ്പം നടത്തുന്ന കാര്യം എന്താ അറിയാം നിങ്ങൾക്ക്? അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണ്ട. ബുള്ള എനർജി വലിയ പോസ്റ്റർ നോട്ടീസൊക്കെ ഒട്ടിച്ച് വരികയാണ്. വന്നിട്ട് ഇങ്ങനെ ഒരു തുണിപ്പന്തൽ കെട്ടിയിട്ട് ഒരു ശീലമൊക്കെ ഇട്ട് ക്ലിപ്പിംഗ് ഇട്ടിട്ട് എന്താ ദിക്ർ ചെല്ലുന്ന വരികയാണ്. രാവിലെ എണീച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ജിന്ന് സീർ പിശാച്, ജിന്ന് സീർ പിശാച്, ജിന്ന് സീർ പിശാച്. ഇതെന്തൊരു ദുര്യോഗം അത്? കഴിഞ്ഞ 5-6 കൊല്ലം ഇവർക്ക് ഇതല്ലാത്ത മനുഷ്യരോട് എന്തെങ്കിലും ഒരു കടപ്പാട്, ഈ തലമുറയോടൊരു കടപ്പാടുണ്ടാവൂലേ? ശിർക്കിലേക്ക് പോകുന്ന മനുഷ്യരോട്, കുഫറിലേക്ക് പോകുന്ന മനുഷ്യരോട്, വ്യഭിചാരത്തിലേക്ക് പോകുന്ന മനുഷ്യരോട്, മദ്യപാനികളായ മനുഷ്യരോട്, ആ സമൂഹത്തെ നയിക്കാനും അവരെ നന്മയിലേക്ക് എത്തിക്കാനുമുള്ള ബാധ്യതകളുള്ളവരോടെ, ഈ സമൂഹത്തിന് മതം പറഞ്ഞു കൊടുക്കാനുള്ളവരോടെ പരസ്പരം ഈ എനർജി നശിപ്പിച്ച് കളയാൻ ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ദുനിയാവിൽ. ഞങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ കണ്ടോ ഞങ്ങൾ ഇത് ഏറ്റെടുക്കണം? ഞാൻ ഈ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ ആരെയും കിട്ടുന്നുണ്ടോ ജിന്നു സീർ ഒരു വിവാദമായിട്ട് എടുക്കല്? മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അത് പഠിക്കേണ്ടതാണ്. മുസ്ലിങ്ങളുടെ നല്ല മനുഷ്യരുടെ ആജീവനാന്ത ശത്രു എന്ന ടീം ഹിസ്ബു ശൈത്താൻ, അത് പഠിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. നമ്മുടെ ഭാഗ്യ ശത്രു, ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ പറ്റി സമഗ്രമായിട്ട് പഠിക്കണ്ടേ? എല്ലാ ബുദ്ധിജീവികളോടും ഞാൻ ചോദിക്കുകയാണ്, ഒരു വ്യക്തിക്ക്, ഒരു രാഷ്ട്രത്തിന്, ഒരു രാഷ്ട്രം ഭീഷണിയാകുന്നുവെങ്കിൽ ആ രാഷ്ട്രം എന്തൊക്കെ ഭീഷണിയാണ് ഈ രാജ്യത്തിന് മുഴക്കുന്നതെന്ന് പഠിക്കണ്ടേ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ് ആണെങ്കിൽ, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് ആണെങ്കിൽ, ഞാൻ ചോദിക്കുന്ന ബുദ്ധിയില്ലാത്ത പലരോടും നിങ്ങൾക്ക് ബുദ്ധി തട്ടി ഉണർത്തി എങ്കിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിനെ കുറിച്ചാണ്, അതിന്റെ സകല തന്ത്രങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. Am I right? നിങ്ങൾ അംഗീകരിച്ചോ? ഒരു 5-8 വീടുകളുള്ള ഒരു സ്ഥലത്ത് എന്നും ആ വീടുകളെ കൊള്ള ചെയ്യുന്ന ഒരുത്തൻ, ഓനെ കുറിച്ചും ഓന്റെ താവളത്തെ കുറിച്ചും ഓന്റെ പ്രവർത്തനത്തെ കുറിച്ചും പഠിക്കേണ്ടതില്ല, അതൊരു വലിയ കുഴപ്പമില്ല എന്നൊരു ടീം പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം പിടിക്കുമല്ലേ? മടവൂരികളുടെ സ്വഭാവത. മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാചിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു.
എന്നിട്ട് അതിനെതിരെ പ്രസംഗിച്ചപ്പോ പറയുന്നതോ എന്തു ചെയ്തോ? പിശാചൊന്നും ഇല്ലടോ, ജിന്നൊന്നും ഇല്ല. ഈ കൗമിപ്പ മനസ്സിലാക്കിയെന്നാണ് മടപുരികളെടുത്തുനിന്ന് ഇങ്ങനെ ഒന്നും ഇല്ലാന്ന്. അങ്ങനത്തെ എത്ര ആളുണ്ട് ഞങ്ങൾ വിചാരിച്ച്? അമാനുവലയുടെ തഫ്സീറിലെ 1200 പേജ് വായിച്ചു നോക്ക്. ഓൻ ജിന്നിനെ നിഷേധിക്കുന്നവനായിരിക്കും ഇതിനെ ലാഘവത്തോടുകൂടി കാണുന്നവൻ. നിങ്ങൾ വിചാരിച്ച മാതിരി ഓനെ ഇതിനെ കുറിച്ചൊന്നും ഓനിതൊന്നും പേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓന്റെ ഈമാൻ കൊണ്ടാ നിങ്ങൾ മനസ്സിലാക്കരുത്. ഓന്റെ ഈമാൻ കൊണ്ടല്ല, ഓനിത് നിഷേധിച്ച പൊട്ടപ്പോയത്തക്കാരനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്ട് പിശാചിനം. കാരണം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ വഴിവേവിലും പിശാചുണ്ട്. റസൂൽ എന്നെ പറയാ, കേട്ടോ, പഠിച്ചോ. ഒരു നീണ്ട വര വരച്ചു റസൂലുള്ള, വലത്തോട്ട് ഇടത്തോട്ടും കുറെ വരകൾ വലിച്ചു. എന്നിട്ട് റസൂൽ എന്ന് പറഞ്ഞു, സിറാത്തുൽ മുസ്തഖീം ഇതാണ്, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ. ഈ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. വലത്തോട്ട് ഇടത്തോട്ട് കുറെ വഴികളും വാതിലുകളുണ്ട്. അവിടെ ഓരോ പിശാചുക്കൾ നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അത് അതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എന്താ, അത് കേട്ട ജനങ്ങൾ നന്നായി. മറ്റിടത്തോ സംഗീതവും സിനിമയും ഡാൻസും സിംഗിൾ ഡാൻസും ക്യാബറയൊക്കെ ആയിട്ടാണല്ലോ പള്ള്. നമുക്ക് എല്ലാവരും പറയേണ്ട സമയത്ത് വന്നാ പറയാ. ഇതൊക്കെ ആണല്ലോ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ തിരൂര് നടന്ന ഫെസ്റ്റിവലില് ഇതൊക്കെ അതല്ലാണല്ലോ. കാരണം ഒരിക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതുവഴി മനുഷ്യർ നശിക്കുന്നു എന്നുള്ളൊന്നും ഒരു പ്രശ്നമല്ല. മുജാഹിദുകൾ ഗൗരവമായി കാണും. മനുഷ്യർ എന്തുകൊണ്ട് പിഴക്കുന്നു? സംഗീതം മനുഷ്യനെ പിഴപ്പിച്ചു. യേശുദാസ് അത് പറയുന്ന, നിങ്ങൾ യേശുദാസിനേക്കാൾ മുന്തിയ സംഗീതം പഠിച്ചോലൊന്നുമല്ലല്ലോ. യേശുദാസ് അല്ലേ പറഞ്ഞത് സംഗീതത്തിന് ലോകത്ത് നന്നാക്കാൻ കഴിയില്ല. എന്റെ സംഗീത ജീവിതത്തിന് ലോകത്ത് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കണ്ണുകൾ എനിക്കുണ്ടായിട്ട് അന്ധത നടിക്കാൻ എനിക്ക് വയ്യ. ഈ ജീവിതത്തിന്റെ ഈ വൃത്തികെട്ട ജീവിതത്തിൽ നിന്ന് ഞാൻ തീർത്ഥാടനം പോകുന്നു എന്ന് എന്തേ പറയാൻ കാരണോ? 14 നൂറ്റാണ്ട് മുമ്പ് സംഗീതം മനുഷ്യനിൽ തിന്മയല്ലാതെ നന്മയുണ്ടാക്കുന്നില്ല. ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ വേണ്ട, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട 10 പേരെ പിടിച്ചിട്ട് 5 ആളെ എന്റെ കൂടെ പറഞ്ഞേ, 5 ആളെ ഗായകന്മാരുടെ കൂടെ. ഇവരിൽ ആര് നന്നാവും? അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്റെ പ്രസംഗം കേട്ടോലൊക്കെ നന്നാവും. സംഗീതത്തിന്റെ കൂടെ 50 കൊല്ലം പോയാലും ഓ മുമ്പ് എന്തൊക്കെ തിന്മണ്ടോ അതിനേക്കാൾ കൂടുതൽ തിന്മയിലായിരിക്കും. വെല്ലുവിളിച്ചോ, ഏറ്റെടുത്തു. അപ്പോ ഇസ്ലാം മനുഷ്യരോട് ചിലത് കാര്യം, നിന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിനക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നത് എന്ന് നോക്കാനാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി. അതുകൊണ്ട് എല്ലാ തിന്മകളും വിട്ടുനിൽക്കാൻ ഒറ്റ ബോധം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, പടച്ചോലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു പ്രവാചകൻ. അതുകൊണ്ട് ആ ജനതക്ക് പരിവർത്തനം ഉണ്ടായി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനം നടന്ന ഒരേ ഒരു മാനുഷിക സമൂഹം അതായിരുന്നു മുഹമ്മദ് നബി തീർത്ത സമൂഹം. അങ്ങനെ മുഹമ്മദ് നബി പഠിപ്പിച്ച ഖുർആനും സുന്നത്തും അനുസരിച്ച് നെഞ്ചിലേറ്റ് ജീവിച്ചവരൊക്കെ ഒരു കാലഘട്ടത്തിലും വഴിവീച്ചു പോകാതെ ഇന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലും അഷ്ടദിക്കുകളിലും അവർ സമാധാന ചിത്തരായി ജീവിക്കുന്നു. അതുകൊണ്ട് ഈ തിരുനാവായിലെ ജനങ്ങളോട് നരകത്തിന്റെ അഗാധഗർത്തത്തിൽ പതിക്കാതിരിക്കാൻ അന്തം തമഹ പ്രവിശന്തിയേ സംപൂദ്യമുപസതേ തതോബൂയ ഇബദേ യഹു സംപൂദ്യാം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്ത് പറയാണ്, ദൈവത്തെ അല്ലാതെ സൃഷ്ടികളെ ആരാധിച്ചാൽ, ഏത് ദേവി ദേവനാകട്ടെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തു പോകും. അതുകൊണ്ട് സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ടതിൻ്റെ കൺക്ലൂഷൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച അധിപതിയായ ദൈവത്തോടേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ഇനി ഒരിക്കലും മുഹമ്മദ് നബിയോടോ യേശുക്രിസ്തുവിനോടോ ശ്രീരാമനോടോ വേളാങ്കണ്ണി മാതാവിനോടോ ഗുരുവായൂരപ്പനോടോ ശബരിമല ശാസ്താവിനോടോ ആരോടും ഞാൻ പ്രാർത്ഥിക്കില്ല. എനിക്ക് വായും വെള്ളവും നൽകിയ എൻ്റെ സൃഷ്ടാവിനോടല്ലാതെ എന്നൊരു മനുഷ്യൻ തീരുമാനിക്കുന്നതിനോട് കൂടെ അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം സ്റ്റാർട്ട് ചെയ്യും. ഇനി എല്ലാ തിന്മകളും ഞാൻ വിട്ട് ഞാൻ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് വേദഗ്രന്ഥമനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ അച്ഛനമ്മയെ നോക്കുന്ന ഏറ്റവും നല്ല മകൻ അവനാവും. അതെ, എല്ലാ തിന്മകളും വിട്ടു നിൽക്കുന്നതിനോടുകൂടി അവന്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകും. ഈ അർത്ഥമുണ്ടാക്കാനാണ് മുജാഹിദ്. അപ്പൊ നിങ്ങൾ നോക്ക്, യുവാക്കളെ ഒരു നിലക്കും സമൂഹത്തിന്റെ ഭാഗമായി കിട്ടുന്നുണ്ടോ? അവർക്ക് പോലും അവരെ കിട്ടുന്നുണ്ടോ? അവർക്ക് പോലും അവരെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്ത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. ഇന്നത്തെ യുവാക്കളുടെ അവസ്ഥ എന്താ? പരമാവധി തിന്മയിൽ വ്യാപൃതരാകുക. എന്നിട്ട് നാട്ടുകാർ ഓടിച്ചിടുക, പോലീസുകാർ ഓടിച്ചിടുക. എവിടെയും നോക്കിയാൽ ദുരന്തം. അച്ഛൻ വെറുക്കുക, അമ്മ വെറുക്കുക, ഉമ്മ വെറുക്കുക, ബാപ്പ വെറുക്കുക.
ഇതൊക്കെ അല്ലേ ലോകത്ത് നടക്കുന്നത്? എന്റെ പ്രസംഗം കേൾക്കുന്ന ആത്മാവുള്ള മനുഷ്യരെ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമല്ലേ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു അവരെ പരിവർത്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിതത്തെ കുറിച്ച് ആലോചിക്കുകയും, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് 8ാം സമ്മേളനമായി സ്വീകരിച്ച ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ട്. നിങ്ങൾ അവരിൽ നിന്ന് ദീന് പഠിക്കുക, മനസ്സിലാക്കുക, ചോദിച്ചു പഠിക്കുക. കുപ്രചരണങ്ങൾ, ദുഷ്ടപ്രചരണങ്ങൾ, ആവശ്യമില്ലാത്ത ഫിതനകൾ, അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കുക. നിങ്ങൾക്ക് സമയം, നിങ്ങളുടെ സമയം നശിച്ചു പോകുന്ന ഒരു ദിവസം വരും, അന്ന് നിങ്ങൾ ഖേദിക്കും. അധിക ജനങ്ങളും